നമസ്കാരം. കരിങ്കുന്ന് സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് വൻ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ സോളാർ വെച്ച ആളുകൾക്കെല്ലാം വോൾട്ടേജ് 275 വോൾട്ടൊക്കെ ആയിട്ട് വന്നിട്ട് വീട്ടിലെ സാധനങ്ങളെല്ലാം കത്തിപ്പോകുന്ന ആ ഒരു പ്രശ്നം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് കമൻറ്റുകൾ എനിക്ക് എതിരായിട്ടും അതുപോലെ തന്നെ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടൊക്കെ വന്നു. അപ്പോൾ രണ്ടാമത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ മറുപടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ 11 kV ഇത് LTയിലുള്ളത് സപ്ലൈ 11 kV കയറിപ്പോകില്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു ചെറിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ചെറിയ പരീക്ഷണമൊക്കെ ചെയ്ത് കാണിച്ചുകൊണ്ട് അതും ഞാൻ ചെയ്തിരുന്നു. അപ്പം ഇതൊക്കെയാണെങ്കിലും ആളുകൾ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെന്താണ് ഒരു പ്രതിവിധി, എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്നുള്ളൊരു വിഷയമാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി നമുക്കിന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഒന്നാമതായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യുവാണെങ്കിൽ ഇതിൽ നിന്നെല്ലാം രക്ഷ നേടാനായിട്ട് സാധിക്കില്ലേ, അതായിരിക്കുമോ ബെറ്റർ എന്നുള്ളൊരു കാര്യം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ KCB ആയിട്ട് ഒന്നും ഒരു ബന്ധമില്ലാത്തൊരു സിസ്റ്റമാണ്. അത് ചെയ്ത് എന്നാൽ അതാരാണോ ചെയ്യുന്നത്, ഇപ്പം ഞാൻ ചെയ്യുന്നെങ്കിൽ എനിക്ക്, അല്ലെങ്കിൽ നിങ്ങളിൽ ആരാണോ ചെയ്യുന്നത് അവർക്ക് ആ ഒരു വീടിന് മാത്രം ഒരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് വേണമെങ്കിൽ ഇത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. പക്ഷേ ഇത് ടോട്ടലായിട്ട് മൊത്തത്തിൽ ഈ ഒരു പ്രശ്നം എങ്ങനെയാണെങ്കിലും അതുകൊണ്ടൊന്നും തീരത്തില്ല. എത്ര പേര് ഓഫ് ഗ്രിഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തീരത്തില്ലത്. കാരണം ബാക്കിയുള്ളവരെല്ലാവരും ഓൺ ഗ്രിഡിൽ നിൽക്കുമ്പോൾ അവിടുത്തെ വോൾട്ടേജ് എങ്ങനെയാണെങ്കിലും റൈസ് ചെയ്തുകൊണ്ട് ഇരിക്കും. പിന്നെ രണ്ടാമത് ആളുകൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്കിതിനൊരു സ്റ്റെബിലൈസർ വെച്ചുകൊണ്ട് പരിഹരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. അപ്പം അതും സാധിക്കും, പക്ഷേ ഈ ഓഫ് ഗ്രിഡിൻ്റെ കാര്യം പറഞ്ഞ കണക്ക് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ സ്റ്റെബിലൈസർ വെച്ചാൽ ആരാണോ സ്റ്റെബിലൈസർ വെക്കുന്നത് അവർക്ക് മാത്രം അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടും, ബാക്കിയുള്ള ആൾക്കാർക്ക് പ്രയോജനം ലഭിക്കത്തില്ല. കാരണം ലൈനിലെ വോൾട്ടേജ് റൈസ് ചെയ്യുന്നതിനുമായിട്ട് ഇതിന് ബന്ധമില്ല. നമ്മുടെ വീടിന് മാത്രമല്ല നമ്മൾ ഈ സ്റ്റെബിലൈസർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ കത്തി നശിച്ച് പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ വീടിന് വേണ്ടി മാത്രം ഒരു പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളതിൻ്റെ അപ്പുറത്ത് മറ്റൊരു പ്രയോജനം അത് നമുക്ക് ലഭിക്കത്തില്ല. മാത്രമല്ല നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മൾ 5 kW ഒരു സോളാർ വെച്ചിരിക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള പ്രൊഡക്ഷൻ അത് ലൈനിലേക്ക് പോകുന്നതിനകത്ത് വരുന്ന ആ ഒരു പ്രശ്നമുണ്ടല്ലോ, അതിനെ അത് നമുക്ക് ദൂരീകരിച്ച് തരത്തില്ല. പക്ഷേ നമ്മുടെ വീട്ടിലെ വോൾട്ടേജ് കൂടി നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ കത്തി നശിച്ച് പോകാതിരിക്കാനായിട്ട് നമുക്കത് പ്രയോജനപ്പെടും. പിന്നെ നിങ്ങളത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോരോ ഉപകരണങ്ങൾക്കും, പലരും ഓരോ സ്റ്റെബിലൈസറുകൾ മേടിച്ച് ഓരോ ഉപകരണങ്ങൾക്കും പിടിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിനൊക്കെ നല്ലത് നിങ്ങളൊരു 5 kW 10 kW വരുന്ന സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ ഒരു സ്റ്റെബിലൈസർ വാങ്ങിച്ചിട്ട് മൊത്തത്തോടെ വീടിന് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ലാഭകരമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കറണ്ട് ചാർജ് നോക്കുവാണെങ്കിൽ എല്ലാ സ്റ്റെബിലൈസറും കൂടെ കുറേ കൂടുതൽ കറണ്ട് എടുക്കും. ആ സ്ഥാനത്ത് ഒരു സ്റ്റെബിലൈസർ മാത്രം വെക്കുകയാണെങ്കിൽ അത്രയും കറണ്ട് ചാർജ് നിങ്ങൾക്ക് കൂടുതൽ വരത്തില്ല, മൊത്തത്തിൽ എല്ലാത്തിനും പ്രൊട്ടക്ഷനും കിട്ടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ മൊത്തത്തിലുള്ള ഒരു സെൻട്രലൈസ്ഡ് ഒറ്റ ഒരു യൂണിറ്റ് ആയിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ ലൈനിലേക്ക് നോക്കുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ എല്ലാ വയറുകളും അതുപോലെ തന്നെ കണക്ടറുകളും ഇതെല്ലാം നല്ല സ്ട്രോങ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഒരിടത്തും ലൂസ് കോൺടാക്റ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരരുത്. പിന്നീട് നമ്മുടെ സർവീസ് വയർ, നമ്മുടെ വീട്ടിൽ നിന്നും KCBയിലേക്ക് പോകുന്ന സർവീസ് വയർ, അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു സർവീസ് വയർ ഇടുക. അതുപോലെ തന്നെ അത് ചുറ്റിക്കെട്ടി കൊടുക്കുന്നത്. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, KCBയൊക്കെ ആണെങ്കിൽ എപ്പോഴും ചുറ്റിക്കെട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ ലൂസ് കോൺടാക്റ്റോ അതും അല്ലെങ്കിൽ എന്തെങ്കിലും സൾഫേഷനൊക്കെ സംഭവിച്ച് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വോൾട്ടേജ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഹീറ്റ് വരാനായിട്ടും അവിടെ റെസിസ്റ്റൻസ് കൂടാനായിട്ടും അങ്ങനെ വോൾട്ടേജ് ഹൈ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ലൈനിലേക്ക് പോയാൽ അവിടെ വരെ നമ്മുടെ ഒരു ഭാഗമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ KCB സെക്ഷനിലേക്കാണ് പോകുന്നത്. ലൈനിലേക്ക് പോയാൽ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് KCBയാണ്. അപ്പോൾ KCBയുടെ എഞ്ചിനീയേഴ്സ് ഇതിനു വേണ്ട നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അത് നമ്മൾ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് ആ ഒരു ഭാഗത്ത് എന്തൊക്കെയാണ് അതിനകത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് പറയാനായിട്ടൊരു കാര്യം, ഒന്ന് ലൈൻ നവീകരണം, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അതായത് എല്ലാ ലൈനുകളും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലൈനുകളായിരിക്കുക, ഒരിടത്തും ലൂസ് കോൺടാക്റ്റ് ഒന്നുമില്ല, അതെല്ലാം നല്ല ക്രംപ് ചെയ്തൊക്കെ പിടിപ്പിക്കുക. ജോയിൻറ്റുകൾ വരുന്ന ഭാഗങ്ങളെല്ലാം ചുറ്റിക്കെട്ടൽ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നിർത്തിയിട്ട് അതെല്ലാം ക്രംപിങ് ഉപയോഗിച്ചുകൊണ്ട് സ്ട്രോങ് ആയിട്ട് പിടിപ്പിക്കുന്ന ഒരു സംവിധാനം വരുവാണെങ്കിൽ അവിടെ ഒന്നും പിന്നെ പ്രശ്നങ്ങൾ വരത്തില്ല. പിന്നെ വരുന്ന ഭാഗമാണ് നമ്മുടെ മെയിനായിട്ടുള്ള വരുന്ന ട്രാൻസ്ഫോർമർ. അപ്പോൾ ട്രാൻസ്ഫോർമറിലേക്ക് വന്നു കഴിയുമ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്ത ഒരു വിഷയം ഈ ട്രാൻസ്ഫോർമറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ വളരെ വിശദമായിട്ട് കൃത്യമായിട്ട് ഒന്നുകൂടി ഞാൻ പറയാം. അപ്പോൾ അത് ഈ LTയിൽ വരുന്ന 230 വോൾട്ട് നമുക്ക് 11 kV പോകുമോ ഇല്ലയോ എന്നുള്ളൊരു വിഷയത്തെപ്പറ്റി ഒരുപാട് ചർച്ച വന്നുകൊണ്ടാണ് അതിനെപ്പറ്റി ഒരു പരീക്ഷണം തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ എന്നിട്ട് വീണ്ടും ആൾക്കാർ അതിനകത്ത് അതങ്ങനെ ഒരു കാരണവശാലും നമ്മൾ LTയിലുള്ള ഈ HTയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞ ആളുകൾ തർക്കമാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ളൊരു കാര്യം, നമ്മളുടെ ഇപ്പോൾ നിലവിലിരിക്കുന്ന ട്രാൻസ്ഫോർമർ, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ട്, നിലവിലിരിക്കുന്ന ഈ ട്രാൻസ്ഫോർമറുകൾക്ക് കടന്നു പോകുമെന്ന് വെച്ചാൽ കടന്നു പോകും, പക്ഷേ കുറച്ചേ പോകുള്ളൂ. അതിൻ്റെ കാര്യം വെച്ചാൽ നമ്മുടെ ട്രാൻസ്ഫോർമറുകൾക്കുള്ള ആ ഒരു പ്രശ്നം മൂലമാണത്. അതായത്
ഇതിനുവേണ്ടി ശരിക്കും ബൈഡയറക്ഷണലായിട്ടുള്ള നല്ല ട്രാൻസ്ഫോർമറുകൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ശരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് അല്പം പോലും നമുക്ക് ലോസ് ഇല്ലാതെ കൊണ്ട് ഇത് ഇലവൻ ലൈനിലേക്ക് നമുക്ക് കയറ്റിവിടാനായിട്ടും അത് നമുക്ക് സ്റ്റോർ ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുള്ള ട്രാൻസ്ഫോർമറൊക്കെ വളരെയധികം നല്ല വില വരും. അതായത് OLTC ട്രാൻസ്ഫോർമറിനൊക്കെ നല്ല റേറ്റ് വരുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് അതിനകത്തുള്ളൊരു പ്രശ്നം. പിന്നെ വേറെ ആൾ എന്നോട് ചോദിച്ചൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളുടെ ഈ 250 വോൾട്ട് 260 വോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ LTയിൽ വോൾട്ടേജ് നമ്മൾ കൂടും. അപ്പം ഇത് ഈ 11 kV ഇത് പോയി കഴിയുമ്പം 11 kV അത് 11,000 വോൾട്ട് എന്നുള്ളത് 12,000 13,000 നമ്മുടെ അതിങ്ങനെ വർദ്ധിക്കില്ലേ, അത് നമ്മുടെ സ്റ്റേബിളായിട്ട് നിൽക്കാതെ വന്ന് നമ്മുടെ മൊത്തത്തിൽ ഗ്രിഡിനെ അത് വയ്ക്കില്ലേ എന്നൊക്കെയുള്ളൊരു വിഷയം. അപ്പോൾ അതിനകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ സോളാർ പാനലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ എനർജി നമ്മൾ 11 kVയിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ വലിയൊരു നദിയിലേക്ക് നമ്മളൊരു ബക്കറ്റിൽ കൊണ്ട് വെള്ളം ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? ആ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും, ഒന്നും ചെയ്തില്ല, ആ വെള്ളം അങ്ങ് നിസ്സാരമായിട്ട് അതിനകത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞ നമുക്ക് തന്നെ ഇപ്പം നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ സോളാർ പാനലിൽ നിന്നുള്ളത് നമ്മൾ 11 kVയിലേക്ക് ഇഞ്ചെക്ട് ചെയ്താലൊന്നും 11 kVക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. പിന്നെ രണ്ടാമത് അതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ വളരെ ഹ്യൂജായിട്ട് ഒരുപാട് വീടുകളിൽ നിന്നും നിരവധിയായിട്ട് ഇങ്ങനെ സോളാർ പാനലുകൾ വെച്ചുകൊണ്ട് നമുക്ക് 11 kV ലൈനിലെ വോൾട്ടേജ് കയറുന്ന രീതിയിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് വന്നാൽ തന്നെയും അതിനെ നിയന്ത്രിച്ച് നിർത്തുവാനായിട്ടുള്ള സംവിധാനം KSEBിയിലുണ്ട്. അതായത് അവിടെ സബ്സ്റ്റേഷനിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന 11 kV ലൈനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമറുകളൊക്കെ ഈ OLTC ട്രാൻസ്ഫോർമറുകളും അതിനുള്ള കൺട്രോളിംഗ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടും വോൾട്ടേജ് റേസ് ചെയ്യാതുകൊണ്ട് അത് കൃത്യമായിട്ട് നിലനിർത്താനായിട്ടുള്ള സംവിധാനം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ 11 kV ലൈന് 12,000 13,000 15,000 എന്നും പറഞ്ഞ് അങ്ങനെ വലിയൊരു വോൾട്ടേജിലേക്ക് ഒരിക്കലും പോകില്ല. അപ്പോൾ നമ്മൾ നിലവിലുള്ള ട്രാൻസ്ഫോർമറുകളെല്ലാം മാറ്റി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ ട്രാൻസ്ഫോർമർ നമ്മൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് വളരെയധികം പരിഹാരമാകുന്നതായിരിക്കും എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. എങ്കിലും ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ ഇതൊന്നും നടപടിയുള്ള കാര്യമല്ല. ഏറ്റവും പ്രധാനമായിട്ട് ഇതിന് ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് സ്റ്റോറേജ് വേണം എവിടെയെങ്കിലും. അതിന്നതെന്നൊന്നുമില്ല, ഏതെങ്കിലും രീതിയിൽ നമ്മൾ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ എനർജീനെ കൂടുതലായിട്ട് വരുന്നതിനെ മുഴുവനും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ബാറ്ററി സംവിധാനം, അതിനാണ് ബസ് എന്ന് പറയുന്നത്. അതായത് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം. അപ്പോൾ ഈ ബസ് വളരെ വലിയ, അതായത് നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് പോലെ വലിയ ബോക്സ് പോലെ ഇരിക്കുന്ന വലിയ യൂണിറ്റുകളാണ് ബാറ്ററിയുടെ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ നിലവിൽ KSEB കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ 1-2 ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ആവത്തില്ല. കാരണം അതുപോലെ എനർജിയാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്, അതുപോലെ സ്റ്റോറേജ് വേണം. പിന്നെ ഇപ്പോൾ ചൈനയൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അവർ ഈ ബസ് വെക്കുന്നതിനോടൊപ്പം തന്നെ അവർ വലിയ ഡാമുകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യുകയാണ്. പകൽ സമയം മുഴുവനും ഈ സോളാറിൽ നിന്നും വരുന്ന വലിയ എനർജി എടുത്ത് അവർ വെള്ളം പമ്പ് ചെയ്ത് ഡാമിലേക്ക് അടിക്കുകയും രാത്രി സമയത്ത് ഈ പമ്പ് ചെയ്ത വെള്ളം തിരിച്ച് ഡാമിൽ നിന്നും ഇറക്കി കറണ്ട് ഉൽപ്പാദിപ്പിച്ച് സപ്ലൈ ചെയ്യുന്നൊരു സംവിധാനം അത് ചൈനയിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലുള്ള ഗുണമെന്ന് വെച്ചാൽ അത് നമുക്ക് 100 കൊല്ലം കഴിഞ്ഞാലും അത് പോകത്തില്ല. പക്ഷേ നമ്മുടെ ഈ ബസ് വെച്ചാൽ, അതായത് നമ്മുടെ ബാറ്ററികൾ വെച്ച് കഴിഞ്ഞാൽ ലിഥിയം ബാറ്ററികളാണ് ഇപ്പം നമുക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ലിഥിയത്തിനാണെങ്കിലും ഉള്ളൊരു പ്രശ്നം, ഇതൊരു 5 മുതൽ 10 വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ പവർ കുറയും, ഇത് മൊത്തം റീപ്ലേസ് ചെയ്യണം. അപ്പം കോടിക്കണക്കിന് രൂപ മുടക്കി നമ്മളിപ്പോൾ ഈ ലിഥിയം ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ KSEBിനെ സംബന്ധിച്ചിടത്തോളം ഒരു 5-10 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ പവറെല്ലാം കുറഞ്ഞു പോയിക്കുമ്പോൾ ഇത് മൊത്തത്തോടെ ഒരുമിച്ച് മാറേണ്ടി വരും. അപ്പം വളരെ വലിയ കോടിക്കണക്കിന് രൂപയുടെ ഒരു തുക മുടക്കിക്കൊണ്ട് മാത്രമേ ഇത് മാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു പ്രതിസന്ധിയായിട്ട് ആ സമയത്ത് വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് അതിനകത്ത് മറ്റൊരു കാര്യം. പിന്നെ ബാറ്ററി എവിടെ വെക്കണം, നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് 11 kV ലൈനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവിടെ ചെയ്യാം, ഇല്ലെങ്കിൽ ഓരോ ട്രാൻസ്ഫോർമറിൻ്റെയും കീഴിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഏതാണ് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് KSEBയാണ് തീരുമാനിക്കുന്നത്. ഇത് 2 ഓപ്ഷനിലും ചെയ്യാനായിട്ട് വേണമെങ്കിൽ പറ്റും. അപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവർക്ക് ബാറ്ററി വെച്ച് സ്റ്റോർ ചെയ്യുന്നൊരു സംവിധാനം വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അത് എല്ലാവർക്കും പ്രായോഗികമായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരിക്കണം ഇല്ലാത്തതുകൊണ്ടാണ് KSEB ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പക്ഷേ KSEBിക്കും ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള വലിയൊരു പ്രതിസന്ധി അവരും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പിന്നീട് നോക്കുവാണെങ്കിൽ നമുക്കൊരു 2-3 വർഷം, അതായത് ഒരു 2030 ആകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ പ്രശ്നത്തിലേക്കാണ് നമ്മൾ വരാനായിട്ട് പോകുന്നത്. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല, നമ്മളെല്ലാ കാര്യവും പറഞ്ഞു പോകണമല്ലോ, അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ EV ഭയങ്കരമായിട്ട് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഹോർമസ് കടലിടുക്ക് അവിടെ അടച്ചപ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് നമുക്ക് അവിടെ നിന്നുള്ള കപ്പൽ ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഇവിടെ ഗ്യാസിന് പെട്ടെന്ന് ഷോർട്ടേജ് വന്നു. അപ്പോൾ ആളുകളെല്ലാം ഗ്യാസ് ഉപേക്ഷിച്ചിട്ട് കറണ്ടിലേക്ക് കുറച്ച് മാറുന്നൊരു സാഹചര്യം. അതേപോലെ തന്നെ ഇനിയും ഇതിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലോകത്തുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നിൽ കണ്ടുകൊണ്ട് ആളുകൾ കൂടുതലും ഈ EV കൂടുതൽ ബുക്കിംഗ്, അന്ന് മുതൽ EV കണ്ടുപോകാനും ബുക്കിംഗ് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ എല്ലാവരും ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. ഭാവി ശരിക്കും EV കൂടുതൽ നല്ല രീതിയിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാനും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് ഈ ഇലക്ട്രിക് വെഹിക്കിളെല്ലാം പകൽ മുഴുവനും ഓടി നടക്കായിരിക്കും.
ഈ പകലെല്ലാം ഓടുന്ന എല്ലാ EVകളും അതുപോലെ ബൈക്കുകളും സ്കൂട്ടറുകളും കാറുകളും എല്ലാം വൈകുന്നേരം ആകുമ്പോൾ ഒരു 5 മണി 6 മണിയോടുകൂടി വീട്ടിൽ വന്നെത്തുകയും ഈ വീട്ടിൽ ഇത് 5 മുതൽ 6 മണി മുതൽ 10 മണി വരെ നമുക്ക് TOD മീറ്റർ ആണല്ലോ. അപ്പം നമുക്കൊരു 10 രൂപ ഒക്കെ വെച്ച് റേറ്റ് ഓരോ യൂണിറ്റിന് വരുന്നത് കൊണ്ട് ആളുകൾ ആ സമയത്ത് കുത്തത്തില്ല. ആ സമയം അവർ വെയിറ്റ് ചെയ്തിട്ട് ഒരു 10 മണിയാകുമ്പം പ്ലഗ് ഇൻ ചെയ്യും. അപ്പം വളരെയധികം ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഓൾ കേരളയിൽ ഈ 10 മണിയാകുമ്പോഴത്തേക്കും എല്ലാം പ്ലഗിലേക്ക് കുത്തുന്ന ഒരു സാഹചര്യം വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും 6 മുതൽ 10 വരെ എന്ന് പറയുമ്പം പ്രകാശം ലൈറ്റ് മാത്രമേ അണയ്ക്കപ്പെടുന്നുള്ളൂ. ബാക്കി ഫാന് AC ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഈ 10 മണി വരെയും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, 6 മുതൽ 10 വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷവും ആ ലോഡെല്ലാം ഉണ്ട്. പിന്നെ പ്രകാശം ലൈറ്റ് മാത്രമേ അണയ്ക്കപ്പെടുന്നുള്ളൂ ശരിക്കും ഈ 6 മുതൽ 10 വരെയുള്ള സമയത്തിന് ശേഷം. 10 മണിയാകുമ്പോൾ ലൈറ്റുകളെല്ലാം അണയ്ക്കുന്നത് വെച്ച് നോക്കുമ്പം നമുക്ക് അതിനെ കഴിഞ്ഞൊക്കെ വളരെ വലിയൊരു കറണ്ട് ചാർജ് എടുക്കുന്ന ഒരു സംഗതിയാണ് ഈ EV എല്ലാം കൂടെ ഒരുമിച്ച് കുത്തുന്നത്. എനിക്ക് തോന്നുന്നു 10 മണിക്ക് ശേഷമായിരിക്കും ചിലപ്പം ഈ അതിനെ കഴിഞ്ഞും കൂടുതൽ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാനുള്ള സാധ്യത. അതായത് നമ്മുടെ പീക്ക് ടൈം എന്ന് പറയുന്ന സാധനം 10 മണിയോടുകൂടി അവസാനിക്കില്ല. 10 മണി കഴിയുമ്പോൾ അതിലും വലിയൊരു ഉപയോഗത്തിലേക്ക് 2030 ആകുമ്പോഴത്തേക്ക് നമുക്ക് വരാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഇലക്ട്രിക് വെഹിക്കിൾ കുത്തിയാൽ അങ്ങനെ അത്ര വലിയ പവർ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വരിക, അത്യാവശ്യം വലിപ്പമുള്ളൊരു കാറൊക്കെ ആണെങ്കിൽ EV ഒക്കെ ആണെങ്കിൽ ഒരു 50-75 കിലോ വാട്ടിൻ്റെയൊക്കെ ബാറ്ററി ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു 75 കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററി ഇരിക്കുന്ന ഒരു കാറാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഡിസ്ചാർജ് ആയിട്ടാണ് വന്ന് കുത്തിയിടുന്നെങ്കിൽ അത് പൂർണ്ണമായിട്ടും ചാർജാണ് 75 യൂണിറ്റ് വൈദ്യുതി നമുക്ക് വേണം. നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു 5 യൂണിറ്റ് മുതൽ 10 യൂണിറ്റ് വരെയാണ് ഒരു ദിവസം ഫുള്ള് 24 മണിക്കൂറും കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സ്ഥാനത്ത് ഒറ്റ ദിവസം കൊണ്ട് ഒരു വാഹനം മാത്രം കുത്തിയിട്ടാൽ അത് ഒറ്റയടിക്ക് വലിക്കുന്ന എനർജിയാണ് 75 യൂണിറ്റ്. അപ്പം ഓൾ കേരളയിൽ എല്ലാ ആളുകളും ഈ വാഹനങ്ങൾ മേടിച്ച കാറൊക്കെ വാങ്ങിച്ചിട്ട് ഇത് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ 10 മണിക്ക് ശേഷം ഇതുപോലെ ഈ 75 യൂണിറ്റ് വെച്ച് ഓരോ കാറും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിൽ ഈ വാഹനങ്ങളെല്ലാം കൂടെ കറണ്ട് വലിക്കാൻ തുടങ്ങി എന്നാൽ എവിടെ പോയി അവസാനിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ സോളാർ ഇല്ല എന്ന് ഓർക്കണം. സോളാർ പകൽ മാത്രമേ ഉള്ളൂ. എത്രയാണെങ്കിലും നമുക്ക് രാത്രിയിൽ സ്റ്റോറേജ് എന്തെങ്കിലും ഒരു സംവിധാനത്തിലൂടെ നമുക്ക് ഈ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാറിനെ നമുക്ക് രാത്രിയിലേക്ക് ആക്കി മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ സോളാറുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു കാര്യം. ഞാനിങ്ങനെ വരുന്ന കാര്യങ്ങളെപ്പറ്റിയും വരാൻ പോകുന്നതിനെപ്പറ്റിയും ആളുകൾ ചോദിച്ചതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ ഇനി ഭാവിയിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ വിദൂരത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സിസ്റ്റം മുഴുവനും മാറ്റിയിട്ട് DC സിസ്റ്റത്തിലേക്ക് പോകാൻ വരെയും ചിലപ്പോൾ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഇപ്പോൾ DC, ഫ്രിഡ്ജ് ആണെങ്കിലും TV ആണെങ്കിലും മോട്ടർ ആണെങ്കിലും എല്ലാം BLDCയും അതുപോലെ തന്നെ LED ബൾബുകളും ഇതെല്ലാം DCയിലേക്ക് മാറിയിരിക്കുക. അപ്പം ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ ഫുൾ DCയിലേക്ക് നമ്മുടെ വീടിനെ വേണമെങ്കിൽ ഫുള്ളായിട്ട് ഓടിക്കാനായിട്ട് DC സിസ്റ്റത്തിലേക്ക് ഇപ്പം വലിയ ഹൈ എനർജിയൊക്കെ വളരെ ദൂരേക്ക് ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതൊക്കെ DC ആയിട്ട് ലൈനിലാണല്ലോ എന്ന് പറയുന്ന കണക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ DCയിലേക്ക് മാറ്റാനായിട്ട് ഒരു പക്ഷേ സാധിച്ചെന്ന് വരും ഭാവിയിൽ. ഇപ്പോൾ ഇന്നോ നാളെ ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഇങ്ങനെ ഒരു കാര്യവും ഇതിനകത്തൊരു സാധ്യതയുണ്ടെന്ന് ഞാനിത് പറഞ്ഞു വന്ന കൂട്ടത്തിൽ നിങ്ങളോടൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.